നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഐഫോൺ ആണ് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 5 ഫ്രീ ആയിട്ടുള്ള ഐഫോൺ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബെസ്റ്റ് ആപ്പ് ഫോർ ഐഫോൺ 2025. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലല്ല ഉള്ളത്, വേറൊരു സ്ഥലത്താണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ലൈറ്റ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലാത്തത്. ലൈറ്റ് ഞാൻ എടുത്തുകൊണ്ട് വന്നു, പക്ഷേ അതിൻ്റെ കേബിൾ എടുക്കാൻ മറന്നുപോയി. ടോട്ടൽ ഡിസാസ്റ്റർ. ആദ്യത്തെ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ഗ്രോക്ക് ഒരു AI അസിസ്റ്റൻ്റ് ആണ്. ഇത് ചുമ്മാ ഒരു ചാറ്റ് ബോട്ട് ആയിട്ട് കരുതരുത്. ഐഫോണിൻ്റെ അകത്തും ആൻഡ്രോയിഡിൻ്റെ അകത്തും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ AI ചാറ്റ് ബോട്ട്, അതായത് ചാറ്റ് GPT റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ട്. പകുതി കൂടുതൽ സാധനങ്ങളും ചുമ്മാ ചാറ്റ് ബോട്ടുകളാണ്. പക്ഷേ ഇത് ചാറ്റ് ബോട്ട് അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാറ്റ് GPTനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഈ ഒരു ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് കുറേ പ്രീസെറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കിഡ് സ്റ്റോറി ടൈം, സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, കോൺസ്പിറസി സ്റ്റോറീസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, 18+ ടോക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ രീതിയിൽ അവർ പ്രീസെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചാറ്റ് ബോട്ട്, വോയിസ് ചാറ്റ് ബോട്ട് എനേബിൾ ആവും. ഇതിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിൽക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, Oh, I see you've got a rare black candle lighting up the room. Sets the mood just right, doesn't it? The flicker's got this sultry vibe, like it's daring us to get closer. What made you pick that one tonight? 18+ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. ഇനി റൊമാൻറ്റിക് ആണെന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. ഇനി ആർഗ്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വഴക്കൂടാനായിട്ട് ഒരു ഫ്രണ്ടിനെ ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ഇതിൻ്റെ അകത്ത് നമുക്ക് വഴക്കൂടാം. സോ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ചുമ്മാ ചാറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യും. ബെസ്റ്റ് ആപ്പ്, ഒരു അഡ്വർടൈസ്മെൻറ്റും ഇല്ല, അടിപൊളി സാധനം. അടുത്ത് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ആക്ച്വലി ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നിവർത്തിയേട് കൊണ്ട് എനിക്കൊരാൾ അയച്ചു തന്ന ഒരു ഫയൽ, ആ ഫയൽ ഒരു ഫോട്ടോ JPG ഫയലിലാണ് അയച്ചു തന്നത്. പക്ഷേ അത് PDF ആയിട്ട്, അതായത് അതെങ്ങനെ കൺവേർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വേർഡ് ഫയലാണ്, പക്ഷേ അതൊരു ഇമേജ് ഫോമിലാണ് എനിക്ക് റിസീവ് ചെയ്തത്. എന്നാൽ എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് PDF മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ ലാപ്ടോപ്പോ ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ്. പക്ഷേ കുറച്ച് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടെങ്കിലും വർക്ക്സ് ലൈക്ക് ബട്ടർ. ഇതിനകത്ത് നമുക്ക് ഫോട്ടോസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും, റീസ്കെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലൈവ് ഫോട്ടോനെ വീഡിയോ ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ വീഡിയോനെ GIF ആക്കാൻ പറ്റും, GIFനെ MP4 ആക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ വീഡിയോ ഫോമാറ്റിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും പറ്റും. ഒരു വീഡിയോയ്ക്കകത്തുള്ള ഓഡിയോ മാത്രമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് ഫോട്ടോസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന പല ടൂളുകളും ഈ ഒരു ഒറ്റ ആപ്പിൻ്റെ അകത്തുണ്ട്. വെരി ഗുഡ് വൺ. അടുത്തതാണ് ടു സ്റ്റോറീസ്, മൈ ഫേവറേറ്റ് ആപ്പ്. ഇത് പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാനിത് റീസെൻ്റ്ലി കണ്ടുപിടിച്ചതേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ പ്രോ വേർഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ചോയ്സ് ആയിരിക്കും തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ ഉള്ള കൺട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രോ വേർഷൻ എടുക്കാത്തത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ഇടാനായിട്ട്, അതായത് വൈഡ് വെറൈറ്റി ഓഫ് രീതിയിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ക്രിയേറ്റീവായിട്ട് ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് വെബ് പേജുകൾ വേണമെന്നുണ്ടെങ്കിൽ വെബ് പേജുകൾ നമുക്ക് ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വെബ് പേജാണോ സ്റ്റോറി ഇടേണ്ടത് അതിൻ്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആഡ് ടു സ്റ്റോറി കൊടുക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആവും. അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് കൊളാഷ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റോറി ഇടാൻ പറ്റും. പോഡ്കാസ്റ്റുകൾ ഭയങ്കര രസമായിട്ട് സ്റ്റോറി ഇടാൻ പറ്റും. ടെക്സ്റ്റ് ഫോമുകൾ ഭയങ്കരമായിട്ട്, അതായത് ഞാൻ ഈ ഇടയ്ക്കൊന്ന് ഏറി കയറിയ സമയത്ത് ഞാൻ കുറേ വിവരണമൊക്കെ ഇട്ടിരുന്നു. അതേപോലെ വിവരണങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ട്വീറ്റ് നല്ല അടിപൊളിയായിട്ട് സ്റ്റോറി ഇടാൻ പറ്റും. അതായത് പല വെറൈറ്റിയിലും പല ഫാഷനിലും പൊതുവേ നമ്മൾ സ്റ്റോറീസ് കാണുന്ന രീതി അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ സ്റ്റോറി വ്യൂവേഴ്സിനെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റോറീസ് ഇടാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. സൂപ്പർ ആപ്പ്, എനിക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ഫേവറേറ്റ്. അടുത്ത ആപ്പ് ഇതെല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് ഞാൻ പറയില്ല, ഫോൾഡർലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ചെറിയൊരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ID കാർഡ്, ഒരു ബാഗ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇതിനകത്ത് നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള ടു ഡൂസ് ആഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഭാഗം എടുത്തതിന് ശേഷം നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് ഓരോ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാം. അവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല. ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് സ്കെഡ്യൂൾസ് മൊത്തം നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടു ഡൂവിൻ്റെ അകത്ത് തന്നെ ഈ നിങ്ങളുടെ സ്കെഡ്യൂൾസും കാണും. ഇപ്പം ഞാനൊരു ഡിഗ്രി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണലി ആവശ്യമുള്ളതാണ്, പക്ഷേ എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് വരില്ല. ഇറ്റ്സ് അപ് ടു യു. ഫൈനൽ ആൻഡ് ഫേവറേറ്റ് ആപ്പ് ബ്ലാക്ക് ഹോൾ. ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരു ആപ്പ് കണ്ടിട്ടില്ല. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സ്റ്റണ്ണിങ് ഇൻ്റർഫേസ്. എന്താ സംഭവം എന്നറിയാമോ? ഏത് വെബ്സൈറ്റിൻ്റെ അകത്തുനിന്നും ഏത് ആപ്പിൻ്റെ അകത്തുനിന്നും നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നടുക്കുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ലിങ്കാണോ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്, അതായത് ജസ്റ്റ് ഫോണിൽ കോപ്പി ചെയ്തത്, ആ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വീഡിയോസായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി യൂട്യൂബിൽ നിന്ന് മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഐഫോണിൻ്റെ അകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റ് ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കുറച്ച് ഐഫോൺ ആപ്ലിക്കേഷൻസ്. ഞാൻ ആക്ച്വലി ഐഫോൺ ആപ്ലിക്കേഷൻസ് അധികം ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇനി മുതൽ നമുക്ക് 2 സീരീസ് ആയിരിക്കും വരിക. ഒന്ന് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സീരീസും രണ്ടാമത്തേത് ഐഫോൺ ആപ്ലിക്കേഷൻ സീരീസും. യെസ്, ഭയങ്കര ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഡിലേ ഉണ്ടായിട്ടുണ്ട്. ചാനൽ മൊത്തത്തിൽ താഴോട്ടാണ് പോകുന്നത്. ഐ നോ, ലൈക്ക് ഞാനിത് ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണത്. ബട്ട് ഇനി തൊട്ട് ഫുൾ ഓൺ ആയിട്ടുണ്ടാവും. ഐ എം പ്രോമിസിങ് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.